ഇതാണ് ഭാരതത്തിൽ ഉത്തർപ്രദേശിലുള്ള സിനൗളി എന്ന ഗ്രാമം. ഇന്ന് ലോകപ്രസിദ്ധമാണ് ഈ ഗ്രാമം. 4000-ലധികം വർഷങ്ങൾക്ക് മുൻപുള്ള 116ഓളം ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്ന സ്ഥലം. ഭാരതത്തിൽ ആദ്യമായി രഥങ്ങൾ കണ്ടെടുത്തത് ഇവിടെ നിന്നാണ്. മഹാഭാരത കാലവുമായി ബന്ധപ്പെടുത്താവുന്ന കണ്ടെത്തലുകൾ. ബർണാവ എന്ന വാരണാവതത്തിലെ അരക്കില്ലത്തിന്റെയും തുരങ്കത്തിന്റെയും കാഴ്ചകൾ കണ്ട് ഗുരുകുലത്തിൽ ഒരു ദിവസം തങ്ങി അവിടുത്തെ വിദ്യാർത്ഥികളുടെ ദിനചര്യകളും ആശ്രമ ഗുരുകുല ജീവിതവും കണ്ടു. ഈ യാത്ര ഭാരതത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പുരാവസ്തു ഖനനം നടന്ന സ്ഥലത്തേക്കാണ്. ഈജിപ്ഷ്യൻ മെസപ്പൊട്ടാമിയൻ സഭ്യതകൾ പോലെ ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ഹഡപ്പൻ സഭ്യത. എന്നാൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ ഒരു ജനതതി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് സിനൗളി എന്ന ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ ഈ ഗ്രാമം. 2005-ൽ ചില കർഷകർക്ക് കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ചില ചെമ്പ് ആഭരണങ്ങളും മറ്റും കിട്ടി. കൃഷിസ്ഥലത്ത് നിന്നും കിട്ടിയ സാധനങ്ങൾ കണ്ട് അവർ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ചില മൺപാത്രങ്ങളും മറ്റും കണ്ടുകിട്ടി. അവർ വിവരം പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളെയും പത്രമാധ്യമങ്ങളെയും അറിയിച്ചു. ഇതറിഞ്ഞെത്തിയ ASI ആ പ്രദേശം സംരക്ഷിതമാക്കി ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിൽ ശവശരീരങ്ങൾ മറവു ചെയ്യുന്ന സ്ഥലമാണിതെന്ന് മനസ്സിലായി. ചില അസ്ഥികൂടങ്ങളും കണ്ടുകിട്ടി. എന്നാൽ 2006-ൽ ചില കാരണങ്ങളാൽ ഈ ഖനനം അവസാനിപ്പിച്ചു. പിന്നീട് സിനൗളി വിസ്മൃതിയിലായി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2018-ൽ വീണ്ടും ഖനന പ്രവർത്തനങ്ങൾ കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിച്ച് ഡോക്ടർ സഞ്ജയ് മഞ്ജൂൾ എന്ന ആർക്കിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ASI ഖനനം തുടങ്ങി. അതിൽ 116ഓളം മറവു ചെയ്ത ഭാഗങ്ങൾ കണ്ടെത്തി. മുഴുവനായ അസ്ഥികൂടങ്ങളും അവയ്ക്കരികിൽ വാളുകൾ, കഠാരകൾ, പരിചകൾ, ഭരണികൾ, രഥങ്ങൾ തുടങ്ങിയവ കണ്ടെടുത്തു. ആദ്യമായാണ് ഭാരതത്തിൽ രഥം കുഴിച്ചെടുക്കുന്നത്. 3 രഥങ്ങളാണ് കിട്ടിയത്. അതിൽ ചെമ്പിന്റെ ഭാഗങ്ങൾ പിടിപ്പിച്ച് ബലപ്പെടുത്തിയ ചക്രങ്ങളും 2 പേർക്ക് നിൽക്കാവുന്ന രഥത്തട്ടും ഒരു കൊടിമരവും ഉണ്ടായിരുന്നു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത സമാന കാലഘട്ടത്തിലേതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയ നിർമ്മാണമായിരുന്നു ഇതിന്റെയൊക്കെ. ശവശരീരങ്ങളുടെ ഒപ്പം സ്വർണം കൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ആഭരണങ്ങളും ശിരോകവചവും ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ 15-ാം ഖണ്ഡികയിലെ 10-ാം മണ്ഡലത്തിൽ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നതുപോലെ മറവു ചെയ്യുന്ന രീതിയും പറയുന്നു. അതിൽ ശവശരീരത്തോടൊപ്പം നെയ്യ്, തൈര് മുതലായവയും രഥങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും മറവു ചെയ്യുന്ന രീതി വിവരിക്കുന്നുണ്ട്. അതേ രീതിയിലുള്ളവയാണ് സിനൗളിയിൽ കണ്ടെടുത്ത മറവു ചെയ്യുന്ന രീതിയും. ക്രിസ്തുവിന് മുൻപ് 2100 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലേതാണ് ഈ കണ്ടെടുത്തവയെന്ന് കാർബൺ ഡേറ്റിംഗ് വ്യക്തമാക്കുന്നു. CT സ്കാൻ ഉപയോഗിച്ച് പരിശോധിച്ചതിൽ നിന്നും പരിചകൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും മേന്മയേറിയ നിർമ്മാണ രീതിയിലാണ് പണിതിരിക്കുന്നതെന്ന് കണ്ടെത്തി. ബർണാവയിൽ നിന്നും 30 കിലോമീറ്റർ ആണ് ഇവിടേക്ക് ദൂരം. ഡൽഹിയിൽ നിന്നും 67 കിലോമീറ്ററും. പ്രധാന റോഡിൽ പണി നടക്കുകയാണ്. ട്രാഫിക് ജാമാണ്. അതിനാൽ മറ്റൊരു വഴിയിലൂടെയാണ് യാത്ര. ആ വഴി ഇവിടെ എത്തി അവസാനിക്കുന്നു. ആകെ കൺഫ്യൂഷൻ. എതിരെ നിന്നും വന്ന ബൈക്കുകാരനിൽ നിന്ന് ഇത് തന്നെയാണ് വഴി എന്ന് ഉറപ്പിച്ചാണ് യാത്ര തുടരുന്നത്. ഇതിനിടയിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. മണ്ണിട്ട വഴിയാണിവിടെ.
മഴ പെയ്തിരുന്നതിനാൽ ആകെ ചളിയായാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ നാടൻ വഴികൾ ഓർമ്മ വന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ഇഷ്ടികകൾ നിരത്തിയിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ മിക്കവാറും വീടുകൾ ഇങ്ങനെയാണ്. പുറമെ പ്ലാസ്റ്ററിംഗ് ചെയ്ത് അധികം കാണാറില്ല. വീടുകളുടെ മുൻഭാഗം മാത്രം പ്ലാസ്റ്ററിംഗ് ചെയ്ത് നിർത്തുന്നു. അകത്ത് മുറി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ വീടിന്റെ ബാഹരിക സൗന്ദര്യത്തിന് ഇവിടങ്ങളിൽ വലിയ പ്രാധാന്യമില്ല. കൃഷിക്കാരുടെ ഭവനങ്ങളാണ് അധികവും. അധികം അകലെയല്ലാതെയായാണ് കൃഷിസ്ഥലങ്ങൾ. അത് വിശാലമായി പരന്നു കിടക്കും. അത് നികത്തി വീടുകൾ വയ്ക്കുന്നത് വളരെ കുറവാണ്. ഒരു പച്ചക്കറി വിൽപ്പനക്കാരനാണ് ഈ വണ്ടിയിൽ പോകുന്നത്. ഒരു ബൈക്കിനെ മോഡിഫൈ ചെയ്താണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വഴി നേരെ കയറിയെത്തുന്നത് യമുന കനാലിനരികിലേക്കാണ്. പ്ലോട്ടുകളായി തിരിച്ചാണ് ഇവിടെ വീടുകൾ പണിതിരിക്കുന്നത്. എല്ലാം ചതുരാകൃതിയിലുള്ള വീടുകൾ. കാണുമ്പോൾ എല്ലാതും ഒരേപോലെ അനുഭവപ്പെടുന്നു. കരിമ്പു കൃഷി സ്ഥലങ്ങളാണ് മുൻപിൽ. ഒരു കുതിരവണ്ടി വരുന്നുണ്ട്. ഇത്തരം വണ്ടികൾ കൃഷിസ്ഥലങ്ങളിൽ ധാരാളമായി കാണാം. കനാലിനരികിലെ ഒരു റോഡിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അവിടെ നിന്നും ഇടത്തു കയറിയാൽ മെയിൻ റോഡായി. ട്രോളിയുമായി ഒരു ട്രാക്ടർ വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ വലിയ കൃഷിക്കാർക്ക് ഒന്നും അതിലധികവും ട്രാക്ടറുകൾ ഉണ്ടായിരിക്കും. വഴിയൽപ്പം വീതി കൂടുതലുണ്ടെന്നേയുള്ളൂ. കുണ്ടും കുഴിയുമാണ് മഴയ്ക്ക് ശേഷം. മെയിൻ റോഡ് എത്തിയിരിക്കുന്നു. ഈ മുന്നിലെ ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന ആളാണ് എൻ്റെ അടുത്ത വഴികാട്ടി. എനിക്ക് പോകേണ്ട വഴിക്കാണ് അയാൾക്കും പോകേണ്ടത്. ലോക്കൽ യാത്രകൾക്ക് ഇത്തരം ബാറ്ററി റിക്ഷകൾ ധാരാളമാണ് UP-യിൽ. ചാർജും കുറവാണ്. ഡൽഹി മീററ്റ് ഹൈവേയിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഇതിലൂടെ ഇനി കുറച്ചു ദൂരം കൂടി പോകണം. ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നു. ഒരു തീവണ്ടി പാതയ്ക്ക് മുകളിലൂടെയാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. ഉത്തർപ്രദേശിൽ ആളില്ലാ ലെവൽ ക്രോസുകളിൽ അപകടങ്ങൾ കൂടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലായിടത്തും ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുന്നത്. കൂടെ വന്നയാൾ ഇവിടെ വരെയേ ഉള്ളൂ. ഇനി അധിക ദൂരമില്ല. വഴിയരികിൽ ASIയുടെ ഒരു പഴയ ബോർഡ് കാണാം. 2018 സ്ഥാപിച്ചതാണിത്. ഈ വഴിയിലൂടെ നേരെ എത്തുന്നത് ഒരു കൃഷിസ്ഥലത്തേക്കാണ്. നിറയെ ചെറിയ വീടുകൾ നിറഞ്ഞ ഒരു ഗ്രാമത്തിലൂടെയുള്ള റോഡ്. ഇവിടെ ഒന്നുകൂടി ചോദിച്ച് വഴി ഉറപ്പാക്കി. ഗ്രാമീണരെല്ലാം വളരെ സൗമ്യരും സഹായ സന്നദ്ധരുമാണ്. വഴിക്കിരുവശവും നിരനിരയായി വീടുകൾ. ഇടയ്ക്ക് ചെറിയ കടകളുമുണ്ട്. വലത്തു തിരിഞ്ഞ് വഴി നേരെ ചെന്നെത്തുന്നത് കൃഷിസ്ഥലത്തേക്കാണ്. കരിമ്പുപാടങ്ങൾ നിറഞ്ഞ കൃഷിസ്ഥലം. ഇടതു തിരിഞ്ഞ് അല്പം പോയപ്പോൾ കന്നുകാലികൾക്കുള്ള തീറ്റയും തോളിലേറ്റി ഒരു വൃദ്ധൻ. അദ്ദേഹത്തിൽ നിന്നും എനിക്ക് പോകേണ്ടിയിരുന്നത് വലതുവശത്തേക്കാണെന്ന് മനസ്സിലായി. നേരെ അങ്ങോട്ടേക്ക് ബൈക്ക് തിരിച്ചു.
ഇവിടെ വളവിൽ ഒരു വീടു മാത്രമേയുള്ളൂ. പിന്നെ കരിമ്പിൻ പാടത്തിന് നടുവിലൂടെയുള്ള വഴി മാത്രം. ഇവിടെ ബൈക്ക് നിർത്തി. വലതുവശത്ത് ASIയുടെ ഒരു ബോർഡുണ്ട്. എക്സ്കവേറ്റഡ് സൈറ്റ് ആൻഡ് റിമെയിൻസ് എന്ന് ബോർഡുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. രാജ്പാൽ സിംഗ് എന്ന കർഷകനാണിത്. ഇദ്ദേഹമാണ് എന്നെ ഈ സ്ഥലം കാണിച്ചു തന്നത്. ഇന്ന് ഈ സ്ഥലം മണ്ണിട്ട് മൂടി പഴയതുപോലെ ആക്കിയിരിക്കുന്നു. മുകളിൽ പുല്ല് വളർന്ന് മറ്റു കൃഷിസ്ഥലങ്ങൾക്കൊപ്പമാണ്. ഈ സ്ഥലം മാത്രം കമ്പിവേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഇതിൽ കൃഷിയൊന്നുമില്ല. ASIയുടെ അധീനതയിലാണ് ഈ സ്ഥലം. ASIയുടെ ഖനനം നടന്ന സമയത്തെ ഗ്രാമക്കാഴ്ചയാണ് ഈ ചിത്രത്തിൽ. ഒന്നര വർഷത്തോളം ASI ആർക്കിയോളജിസ്റ്റുകളും തൊഴിലാളികളും വളരെ പണിപ്പെട്ടാണ് ഖനനം നടത്തി പലതും കണ്ടെടുത്തത്. 116ഓളം ശവശരീരങ്ങൾ മറവു ചെയ്തതാണ് ഇവിടെ കണ്ടെത്തിയത്. അവയ്ക്കൊപ്പമുണ്ടായിരുന്ന മൺപാത്രങ്ങളാണ് ഈ കാണുന്നത്. ചിലവ സ്റ്റീറ്റൈറ്റ് എന്ന കല്ലിൽ നിർമ്മിച്ചതുമാണ്. 4 കാലുകളുള്ള ശവമഞ്ചത്തിൽ കിടത്തിയാണ് ശരീരങ്ങൾ മറവു ചെയ്തിരിക്കുന്നത്. ശവശരീരത്തോടൊപ്പം വാളുകൾ, കഠാരകൾ എന്നിവ മഞ്ചത്തിൽ തന്നെ വച്ചിരിക്കുന്നു. താഴെ മൺപാത്രങ്ങൾ. ഇവയിൽ നെയ്യ്, തൈര് മുതലായവ വെച്ചതായിരിക്കാമെന്നാണ് അനുമാനം. ഋഗ്വേദത്തിൽ ഇതേപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഒരു സ്ത്രീയുടെ അസ്ഥികൂടമാണിത്. ഇതോടൊപ്പം വാളും കഠാരയും ലഭിച്ചിരുന്നു. സ്വർണം കൊണ്ടുള്ള വളകളും മാലയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. തടി കൊണ്ട് നിർമ്മിച്ച് ചെമ്പ് തകിടുകൾ കൊണ്ട് പൊതിഞ്ഞ ശവമഞ്ചമാണിത്. ഇതിൽ കിടത്തി ഒപ്പം വാളുകളും മറ്റും വച്ചാണ് മറവു ചെയ്തിരിക്കുന്നത്. അതാണ് 4000-ലധികം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ സ്ഥിതിയിൽ കാണപ്പെടുന്നത്. മുകൾ നിരപ്പിലെ മണ്ണിൽ നിന്നും അധികം അടിയിലല്ലാത്തതിനാലാണ് കർഷകർക്ക് ആഭരണങ്ങൾ ലഭിക്കാൻ കാരണമായത്. ഇതാണ് രഥത്തിന്റെ അവശിഷ്ടം. 2 ചക്രങ്ങളുള്ള രഥം. മരത്തിൽ ചെമ്പുതകിടുകൾ പൊതിഞ്ഞ് ബലവത്താക്കിയ രഥമാണിത്. ചക്രങ്ങളും തടിയിൽ നിർമ്മിച്ച് ത്രികോണാകൃതിയിലുള്ള തകിടുകൾ ഘടിപ്പിച്ചതാണിത്. രഥത്തിന്റെ രൂപരേഖയാണിത്. ഇത്തരത്തിലുള്ള രഥമാണ് ലഭിച്ചിരിക്കുന്ന 3 രഥങ്ങളും. ഒരു സാരഥിക്കും ഒരു പോരാളിക്കും യാത്ര ചെയ്യാം. ഒരു കൊടിമരവുമുണ്ട്. 2 കുതിരകളെ പൂട്ടാം. മറ്റൊരു രഥമാണ് ഈ കാണുന്നത്. രഥത്തട്ടിൽ ഇപ്പോൾ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ചക്രങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. കണ്ടെടുത്ത രഥങ്ങളുടെയും ശവമഞ്ചത്തിന്റെയും മറ്റു വസ്തുക്കളുടെയും രൂപരേഖയാണ് ഈ കാണുന്നത്. ഇടതുവശത്ത് മുകളിൽ മുറത്തിന്റെ പോലെ കാണപ്പെടുന്നതാണ് പരിച. ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ ചിത്രരൂപത്തിൽ കാണുവാനേ നമുക്ക് നിർവാഹമുള്ളൂ. നോയിഡയിലെ മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ് ASI ഇപ്പോൾ. അത് പബ്ലിക് മ്യൂസിയവുമല്ല, അതിനാൽ പോയി കാണുവാനും സാധ്യമല്ല. മഹാഭാരതത്തിൽ അർജുനന്റെ രഥം സാരഥിക്കും ഇരിപ്പിടത്തോടുകൂടിയ 4 കുതിരകളെ പൂട്ടിയതായിരുന്നു. ഇന്ന് ഈ പ്രദേശം ഇങ്ങനെയാണ് കാണപ്പെടുന്നത്.
കർഷകരിൽ നിന്നും ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്ത് ഖനനം പുനരാരംഭിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു മാസങ്ങളിൽ അത് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് ഇവിടെ അനുവദനീയമാണെങ്കിൽ വീണ്ടും വരണം. ഇതാണ് രാജ്പാൽ സിംഗിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്നേഹപൂർവ്വം എന്നെ ക്ഷണിച്ചു. ഇദ്ദേഹം ഒരു മുൻ സൈനികനാണ്. ഇന്ത്യൻ ഹൗസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ശ്രീലങ്കയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഭാര്യയുമാണ് ഇവിടെ താമസം. മകൻ ആർമിയിൽ തന്നെയാണ്. സ്നേഹപൂർവം ഉത്സാഹത്തോടെ അദ്ദേഹത്തിന്റെ വീട് കൊണ്ടു നടന്ന് കാണിക്കുകയാണ് എന്നെ. ഒരു വിറകടുപ്പാണിത്. തണുപ്പുകാലത്ത് തീ കാഞ്ഞ് ഇതിൽ റൊട്ടി ഉണ്ടാക്കുന്നു. ഇന്ന് ഉത്തരേന്ത്യയിലെല്ലാം നല്ല വൃത്തിയുള്ള ശൗചാലയങ്ങളുണ്ട്. പണ്ട് അത് അങ്ങനെയായിരുന്നില്ല. അതിനാലാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ശൗചാലയത്തിന്റെ പ്രാധാന്യം ഇന്ന് എല്ലാവർക്കും അറിയാം. കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് 76 വയസ്സായ ഇദ്ദേഹം. ഒരു പശുക്കുട്ടിയെയും എരുമക്കുട്ടിയെയും വളർത്തുന്നു. കന്നുകാലികൾക്കുള്ള പുല്ല് അരിയാനുള്ള മെഷീനാണിത്. പുല്ലും വിളവു കഴിഞ്ഞ ചോളച്ചെടികളും ഇങ്ങനെ അരിഞ്ഞ് ചെറുതാക്കിയാണ് തീറ്റയായി കൊടുക്കുന്നത്. ഇതൊരു സ്റ്റോർ റൂമാണ്. അരിഞ്ഞുകൊണ്ടുവന്ന ചോളച്ചെടികൾ വെച്ചിരിക്കുന്നു. ചാണകവരളികൾ ഉണ്ടാക്കി ഉണക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. അകത്ത് മറ്റൊരു മുറിയുണ്ട്. ഇതാണ് ബൂസ. ഗോതമ്പ് വിളവെടുപ്പിന് ശേഷം മെഷീൻ പുറത്തുവിടുന്ന പൊടിഞ്ഞ വൈക്കോലാണിത്. അതിനാണ് ബൂസ എന്ന് പറയുന്നത്. മറുവശത്ത് ഉണങ്ങിയ ചാണകവരളികൾ അടുക്കി വെച്ചിരിക്കുന്നു. ഒപ്പം ഉണങ്ങിയ കടുക് ചെടികളും. ഇത് ചൂലായി ഉപയോഗിക്കുന്നു. ഗോതമ്പ് ധാന്യങ്ങൾ പൊടിക്കാനുള്ള മെഷീനും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ഒരു ഇടത്തരം ഉത്തരേന്ത്യൻ കർഷക ഭവനം പരിചയപ്പെടുത്തുവാനാണ് ഇത് കാണിച്ചത്. ഇനി യാത്ര പരീക്ഷിത് ഗഡിലേക്കാണ്. അവിടുത്തെ ഗാന്ധാരി ശിവാരാധന നടത്തിയ ക്ഷേത്രവും കാളി ക്ഷേത്ര ദർശനവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.